ഹലോ. ഇന്നിപ്പം ദേ സമയം ഏകദേശം 2:40 ആയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ലേറ്റാണ്. ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതില് ഒന്നാമത്തെ കാര്യം നമുക്ക് ടിക്ക് ചെയ്യാം. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുക്കിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ദേ ഇതാണ്. ഇതിന്റെ പഴയ ബുക്കാണ്. ഇതില് ഫസ്റ്റ് പേജ് കാണുമ്പോൾ തന്നെ ഭയങ്കര മോട്ടിവേഷനാണ്. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ആദ്യം കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ നന്നാവില്ലേ? അതില് എപ്പോഴും പറയണ യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് യു ആർ ഹാഫ് വേ there എന്നാണ്. അപ്പൊ എന്ത് ചെയ്ത് തുടങ്ങുമ്പോഴും നമ്മള് പകുതി വഴിയിലാണ്, പേടിക്കാനൊന്നുമില്ല, അടിപൊളിയാണെന്നൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെ സ്മൂത്ത് ആയിട്ട് ചെയ്തു പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്നലെ ഒരു ഫ്രണ്ടിന് എഴുതിയ ലെറ്ററിനെ പറ്റി പറഞ്ഞപ്പം ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു കഥ എഴുതി തരുമോ? കഥയായിട്ട് എന്താ ഇപ്പൊ പറയാ, എഴുതാനൊന്നും അറിയില്ല, ഞാൻ വേണേ പറയാം. അതും ഒരു ലെറ്ററിന്റെ കഥയാണ്. നമ്മുടെ ഈ ഫസ്റ്റ് ലവ് ലെറ്റർ ഇല്ലേ, ഇവിടെ എത്ര പേർക്ക് ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്? എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ലവ് ലെറ്ററിൽ അതിന്റെ ഫസ്റ്റ് ലൈൻ ഇങ്ങനെയായിരുന്നു, ഇന്നലെ പറഞ്ഞ പോലെ എത്രയും പ്രിയപ്പെട്ട ഡി വായിച്ചറിയുവാൻ ഡാഷ് എഴുതുന്നത്. അതില് ആൾക്കാരുടെ പേരറിയില്ലായിരുന്നു, ദീപം എന്നാ വിചാരിച്ചെ. അപ്പൊ ദീപം എന്ന് വിചാരിച്ചുകൊണ്ട് ആള് ഡി എന്ന് ഷോർട്ട് ഇട്ട് വിളിച്ചു. ഡി അല്ല എൻ ആണെന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. പേര് പോലും അറിയാണ്ട് എന്നെ ഇഷ്ടപ്പെട്ട ആ ഒരാൾ ഇപ്പൊ എവിടെയാണോ എന്തോ. ശരിക്കും ലൈഫിലെ ഫസ്റ്റ് ലവ് ലെറ്റർ ഭയങ്കര എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആയിരുന്നു അത്. എത്ര പേർക്ക് ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്? കമന്റ്സിൽ പറയട്ടോ. അത് ചെറുതില് സ്കൂളിൽ പഠിക്കുമ്പോൾ എത്രയും പ്രിയപ്പെട്ട ഡി വായിച്ചറിയുവാൻ ഡാഷ് എഴുതുന്നത്. നിനക്കവിടെ സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എന്ത് പറയണം, എങ്ങനെ പറയണം, എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ പറ്റൂ. അത്രയും ലൈൻസ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. അതിന് അവസാനം എന്ന് സ്വന്തം എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായത്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ്. ആ ആള് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഐ റിമെമ്പർ യു. പിന്നെ വേറെന്താ, വേറെ ബാക്കി കഥ ഞാൻ നാളെ പറയാം.